Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. എന്തൊക്കെയാണ് സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ എല്ലാവരും. മഴയൊക്കെ ആയതുകൊണ്ടാണോ? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫ് ദ ജോബ് മെത്തേഡ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അവിടെ വരെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ആണോ? അതെ അതെ. അതിൽ നെക്സ്റ്റ് വൺ ആണ് റോൾ പ്ലേയിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഓഫ് ദ ജോബ് മെത്തേഡ്സ് ആണ്. ജോലിക്ക് പുറത്തു കൊടുക്കുന്ന ട്രെയിനിങ്സിന്റെ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് വൺ ആണ് റോൾ പ്ലേയിങ് അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചപ്പോ റോൾ പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ടോ? റോൾ പ്ലേ ചെയ്തിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ സ്റ്റഡീസിലൊക്കെ ആയിരിക്കും കൂടുതലും നിങ്ങൾ റോൾ പ്ലേ ഒക്കെ അവതരിപ്പിക്കാറുണ്ടോ? ഓർക്കുന്നുണ്ടോ പഴയ ക്ലാസ്സിലൊക്കെ? ഈ റോൾ പ്ലേ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? റോൾ പ്ലേ എന്ന് പറയുന്നത് എന്താ? റോൾ പ്ലേ ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്യാമോ? റോൾ പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് പറയാമോ? റോൾ പ്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ ഇല്ല റോൾ പ്ലേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാങ്കല്പികമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ സിറ്റുവേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ആ ഒരു കഥാപാത്രത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇല്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങള് ഒരു ക്യാരക്ടറിനെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ഗാന്ധിജിയെ ആണെങ്കിൽ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഒരു സമരമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഗാന്ധിജി മീൻസ് എങ്ങനെയാണോ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും അല്ലെ? നമ്മൾ ശരിക്കും ആ ഒരു സിറ്റുവേഷനോടെ കൊണ്ടുവന്ന് അതിന്റെ ക്യാരക്ടറായിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് റോൾ പ്ലേ പറയുന്നത് നോക്കാം. റോൾ പ്ലേ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് റിയലിസ്റ്റിക് ബിഹേവിയർ ആൻഡ് ഇൻ ആൻ ഇമാജിനറി സിറ്റുവേഷൻ അല്ലെ. ഒരു ഇമാജിനറി സിറ്റുവേഷൻ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ചെയ്യുന്നതാണ്. അപ്പൊ ട്രെയിനിങ്ങിൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം ഒരു മാനേജർ അല്ലെ. ഒരു ഓഫീസിലെ ഒരു മാനേജറിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആ മാനേജർ എങ്ങനെയൊക്കെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ കാണുകയാണ് അല്ലെ. Then this method of training focuses on practical action based learning. ഇത് എന്താണ്? പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള ഒരു പഠനത്തിലൊക്കെയാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഒരു പ്രവർത്തനാധിഷ്ഠിതമാണ്. നമ്മളിപ്പോ റോൾ പ്ലേ പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. സോ ഒരു പ്രവർത്തനാധിഷ്ഠിത പ്രോഗ്രാമാണ്. Then this method is most commonly used for developing interpersonal interaction and relations. സോ ഈ റോൾ പ്ലേ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുന്നത് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസ് ഇല്ല. ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരു സ്ഥാപനത്തിൽ പല പേഴ്സൺസുകൾ ഉണ്ടാവും അല്ലെ. സോ അവരൊക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസിനെ നമുക്ക് വർദ്ധിപ്പിക്കാനും ഡെവലപ്പ് ചെയ്യാനും അവർ തമ്മിലുള്ള ഒരു റിലേഷൻ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള ഒരു മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് റോൾ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റോൾ പ്ലേ എന്താണെന്ന് നമ്മളൊരു സിറ്റുവേഷനെ വെച്ചിട്ട് ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ അവിടെ എന്താണ് അഭിനയിക്കുന്നതാണ്. സോ അത് നമുക്ക് ഇന്ററാക്ഷനും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നു കമ്പനിയിലുള്ള ആളുകളായിട്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു റിലേഷൻസും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ റോൾ പ്ലേ? ഇനി അടുത്തത് കൂടി വായിച്ചിട്ട് നമുക്കത് വായിക്കാം. മൂന്നാമത്തേതാണ് പറയുന്നത് ലെക്ചർ മെത്തേഡ്. ഓക്കെ, ലെക്ചർ മെത്തേഡ്. The lecture is a traditional and direct method of instruction. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ടീച്ചിങ്ങിലാണെങ്കിലും പണ്ട് കാലങ്ങളിൽ കൂടുതൽ ലെക്ചർ മെത്തേഡാണ് മീൻസ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടീച്ചേഴ്സ് ഇല്ലേ. എന്താ ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനാണ് ഇവിടെ കൂടുതൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ വലിയ ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ല. നമ്മൾ ഏകദേശം ഒരു ലെക്ചർ മെത്തേഡ് ആണോ? ടീച്ചർ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് എല്ലാം അതില് ടീച്ചർക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. ഒരു ടീച്ചർ സെന്റേർഡ് ആണ് അല്ലെ. അപ്പൊ ലെക്ചർ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അതില് അത്ര റോൾ ഇല്ല. ഒരാൾ തന്നെ പറഞ്ഞു ലെക്ചർ ചെയ്യുന്നത്. ഇവിടെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും വരുന്നില്ല.
the instructor organizes the material and gives it to a group of trainees in the form of a verbal lecture. ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന്, ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ഇൻസ്ട്രക്ടർ, അതായത് മീൻസ് പഠിപ്പിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തി ജസ്റ്റ് ഇങ്ങനെ ലെക്ചർ വൈസ് ആയിട്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന്. അവിടെ ട്രെയിനീസിന്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ റോൾ പ്ലേ പോലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ആള് തന്നെ അല്ലെ, ഇൻസ്ട്രക്ടർ മാത്രമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. This is best suited to train a large group of trainees. അല്ലെ, ഒരുപാട് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലെക്ചർ മെത്തേഡ് ആണ് കൂടുതലും പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ, ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ കൊടുക്കാൻ പറ്റില്ല. അല്ലെ, അപ്പോൾ നമുക്ക് കൂടുതലും ടീച്ചർക്ക് എന്താണ് ലെക്ചർ മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത്. അല്ലെ, ഇപ്പൊ നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എടുക്കാറില്ലേ? പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എടുക്കില്ല. അപ്പൊ ഒരു കൂട്ടം ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാകും ഇല്ലേ, ഓരോ സബ്ജക്റ്റിലെ ആളുകൾ ചേർന്നിട്ട്. ഇപ്പോ ഈ ഹിന്ദിക്കാണെങ്കിലും മലയാളത്തിലാണെങ്കിലും സാൻസ്ക്രിറ്റ് ആണോ, അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളു, അതായത് ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ഏറ്റവും നല്ലത് ലെക്ചർ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ടീച്ചർക്ക് അത്ര എഫോർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ ലെക്ചർ മെത്തേഡ്? ഓക്കെ, ഇനി രണ്ടും ഒന്ന് വായിച്ചു നോക്കാം. റോൾ പ്ലേയിങ് വായിക്കണം, ലെക്ചർ മെത്തേഡും ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കുക, എളുപ്പമാണ്, മനസ്സിലാക്കി വായിച്ചാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ റോൾ പ്ലേയിങ് ലെക്ചർ മെത്തേഡ്? ഓക്കെ ആണോ? ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? വോയിസ് പ്രശ്നമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പറയുന്നില്ല കേട്ടോ, കാരണം കോൾഡ് പനി എല്ലാ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ മാക്സിമം എനിക്ക് അധികം ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് സ്ലോലി പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നാലാമത്തെ നോക്കാം, കോൺഫറൻസ്. അടുത്തതാണ് കോൺഫറൻസ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ക്ലിനിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ. കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? എല്ലാ ട്രെയിനീസിനും ഒന്നും കൊടുക്കുന്നില്ല. ഫോർ ക്ലറിക്കൽ മീൻസ് ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്ന പേഴ്സൺസിനും, അതുപോലെ പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്പർവൈസർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെയാണ് നമ്മൾ ഈ കോൺഫറൻസ് മെത്തേഡ് കൊടുക്കുന്നത്. ഈ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫറൻസ് കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ കോൺഫറൻസ് കൂടുന്നത്. ഒരു മീറ്റിംഗിൽ ഒരു കമ്പനി കോൺഫറൻസ് വെക്കുന്നത്, ചുറ്റും എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഓരോരുത്തരും അവരുടെ ആശയങ്ങളൊക്കെ പറയുന്നു അല്ലെ, മീറ്റിംഗ് പോലെ തന്നെ. This involves a group of people, group discussion. നോക്കാം, group of people who put forth ideas. ഓരോരുത്തരുടെയും ഐഡിയാസ് ഒക്കെ ഇവിടെ പറയുന്നു. Examine, share fact, ideas, assumptions and draw a conclusion. അല്ലേ, നമ്മൾ അസംഷൻസും ഓരോരുത്തരുടെ ഐഡിയാസിലൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അതൊരു കൺക്ലൂഷനിൽ എത്തിക്കുന്നു. The leadership quality of the person who leads the group determines the success of this method. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺഫറൻസ് വെക്കുന്ന ആ ഒരു വ്യക്തി, ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന്റെ അടിസ്ഥാനത്തില്. കാരണം നമുക്കറിയാം കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ടാവും. സോ അതിനെ ലീഡ് ചെയ്യാനായിട്ടൊരു വ്യക്തി ഉണ്ടാവും. ആ ലീഡ് ചെയ്യുന്ന വ്യക്തി നല്ല രീതിയിൽ അദ്ദേഹത്തിന് നേതൃത്വ ഗുണം ഉണ്ടെങ്കിൽ, ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മള് സംവാദമൊക്കെ നടത്തും അല്ലെ, സംവാദമൊക്കെ നടത്തൂലേ. ഇപ്പൊ ഒരു മോഡറേറ്റർ പോലെ ഒരു വ്യക്തി ഉണ്ടാവും. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതിനെ നേരായിട്ടുള്ള ഒരു കൂട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് നടുക്ക് നിൽക്കുന്ന ആള് വേണം ശ്രദ്ധിക്കാൻ അല്ലേ. ഇവിടെ പറയുന്നത് ഗ്രൂപ്പ് സക്സസ് ആവണമെങ്കിൽ അതിന്റെ ആ ഒരു ലീഡ് ചെയ്യുന്ന പേഴ്സണിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് കോൺഫറൻസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് അഞ്ചാമത്തത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്.
In recent years, this method has become popular, and the subject matter learned is being presented in a carefully planned sequential series. അതായത് പ്രോഗ്രാമഡ് ലേണിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോഗ്രാമഡ് ലേണിംഗ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രോഗ്രാമഡ് ലേണിംഗ് ആരും കേട്ടിട്ടില്ല? ഒരാൾ പോലും കേട്ടിട്ടില്ല? സ്വർണോ റിപ്ലൈ ഒന്നും ഇല്ലാലോ? എന്നിട്ട് ഇവിടെ ഇല്ലേ ക്ലാസ്സിലാരോ? കേട്ടിട്ടില്ല. യെസ്. അപ്പൊ നമ്മൾ പ്രോഗ്രാമഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പഠനത്തിലെ പല മെത്തേഡ്സുകൾ നമ്മള് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ കൂടുതലും ലെക്ചർ മെത്തേഡ് അല്ല, അതിന് പകരം ആക്ടിവിറ്റി സെന്റേർഡ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് സെന്റേർഡ് മെത്തേഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് IPC ബേസ്ഡ് ഒക്കെയാണ് നമ്മൾ ഇപ്പൊ പഠനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാമഡ് ലേണിംഗ് നമ്മൾ പറയുന്നുണ്ട്. പ്രോഗ്രാമഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന ഒരു പോർഷന്, ഇപ്പൊ ഒരു പോർഷനാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ആ പോർഷന് നമ്മൾ സബ്ജക്റ്റ് മാറ്ററായിട്ട് നമ്മൾ എന്താണ് ഒരു പാർട്ടായിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഓരോ പാർട്ടുകളായിട്ട് പഠിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ ഒറ്റയടിക്ക് പറയണില്ല, മറിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചോളോ സീക്വൻഷ്യൽ സീരീസ് ആയിട്ട് മാറ്റിക്കൊണ്ട് അത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രോഗ്രാമിന്റെ ലേണിംഗ് പറഞ്ഞത്. ഇപ്പൊ റീസെന്റ് ഇയർ ആയിട്ട് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ കൂടുതൽ പ്രോഗ്രാമിന്റെ ലേണിംഗിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെയും പറയുന്നത് ട്രെയിനിങ് കൊടുക്കുന്ന സബ്ജക്ട് മാറ്റർ ഒറ്റ ദിവസം കൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നതല്ല പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സബ്ജക്ട് മാറ്റർ, അതായത് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ആ ഒരു മാറ്റർ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യത്തിന് നമ്മൾ കെയർഫുൾ ആയിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് അതിനെ സീക്വൻഷ്യൽ സീരീസ് ആക്കുന്നു. അതായത് പാർട്ടായിട്ട് മാറ്റുന്നു. ദെൻ അത് ഓരോ പാർട്ടും ചിലപ്പോൾ 2 പാർട്ടായിരിക്കും ഒരു ദിവസം ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. പാർട്ടായിട്ട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. Then this method is expensive and time consuming. പക്ഷെ ഈ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ എന്താണ് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ? കാരണം എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഘട്ടമായിട്ടും ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടടുത്ത് ചിലപ്പോൾ അതിന് നമ്മള് സീക്വൻഷ്യൽ സീരീസ് ആയിട്ട് മാറ്റുമ്പോൾ ചിലപ്പോൾ ഒരു 4 ദിവസം ട്രെയിനിങ് വേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ ടൈമും ഒത്തിരി നമുക്ക് വേണ്ടി വരും. ഒരു ദിവസം കൊണ്ട് തീരേണ്ടത് പാർട്ടായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് എക്സ്പെൻസീവ് ആണ്, ടൈമും നമുക്ക് കൂടുതൽ വേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? പ്രോഗ്രാമർ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കുക. കോൺഫറൻസും ദെൻ പ്രോഗ്രാമർ ഇൻസ്ട്രക്ഷനും വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചത് ട്രെയിനിങ്സിലെ മെത്തേഡ്സുകളാണ്, ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സുകളാണ്. അതിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സുകൾ. ജസ്റ്റ് ഞാൻ പേരുകൾ മാത്രം ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഫസ്റ്റ് വൺ ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെ, അതായത് ജോബിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, ജോബ് ഇൻസ്ട്രക്ഷൻ, കമ്മിറ്റി അസൈൻമെന്റ്സ്. ഓഫ് ദ ജോബ് മെത്തേഡ്സിലാണ് നമ്മൾ ഇന്ന് പഠിച്ച വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, റോൾ പ്ലേയിങ്, ലെക്ചർ മെത്തേഡ്, കോൺഫറൻസ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോ നിങ്ങൾ ആ പേരുകളൊന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ദെൻ ഓരോന്നും എന്താണെന്ന് സ്വയം ഒന്ന് വായിച്ച് സിമ്പിൾ ആക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് 1-2 വട്ടം വായിച്ച ഒരാൾക്കാണ്, ക്ലാസ് കേട്ട ഒരാൾക്കാണെങ്കിൽ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ ഒരു സെക്ഷൻ?
ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് എന്താ പറയാ ഇത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഒരു 5 പ്രാവശ്യം വായിക്കാം. ദെൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു 5 പ്രാവശ്യം വായിച്ച് ക്ലാസ് കേട്ട് ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇല്ലേ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ട്രെയിനിങ് എന്താണ്, ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സുകള്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എന്താണെന്നാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അല്ലെ. ഏറെക്കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ചിലത് നമുക്ക് നോക്കുമ്പോൾ സിമിലാരിറ്റി തോന്നിയില്ലേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് കുറെ പോയിന്റ്സിലൊക്കെ വീണ്ടും റിപ്പീറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചില പോയിന്റ്സുകളൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട് അല്ലെ. നോക്കാം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ടെക്സ്റ്റിൽ നിങ്ങൾ ആരും നോക്കേണ്ട. ഈ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടോ, അത് ആദ്യം ഞാൻ നോക്കിയട്ടെ. ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ആക്ച്വലി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ട്രെയിനിങ് എന്ന് പറയുന്നത്? നമ്മൾ ഇത്രയും ക്ലാസ് എടുത്തതല്ലേ, അതിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റും ട്രെയിനിങ് എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്? എപ്പോഴാ ട്രെയിനിങ് കൊടുക്കുക? ബിഫോർ ആണ്. ബിഫോർ മാത്രമല്ല, ആഫ്റ്ററിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇപ്പൊ ഒരു ജോലിയിൽ കയറി ഫുൾ ടൈം ട്രെയിനിങ് ആണോ അവിടെ കൊടുക്കുന്നത്? എപ്പോഴും നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്തൊരു 3 months നമ്മൾ ട്രെയിനിങ് കൊടുക്കും, ഒരു 6 months നമുക്ക് ട്രെയിനിങ് പീരീഡ് കൊടുക്കും അല്ലെ. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു പ്രോസസ് ആണ്? ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, വികസനം. ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ആണോ? കണ്ടിന്യൂസ് ആണോ? ട്രെയിനിങ് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? അല്ല അല്ലെ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് അധികം ഞാൻ എന്താ പറയാ കൺഫ്യൂഷൻ ഒന്നും ആക്കണില്ല, നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തോട്ട് വരാം. Training refers to an education process in which employees get a chance to develop skills, competency and learning as per the post duty requirements. And the post duty എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഡ്യൂട്ടി, അതായത് നമ്മളൊരു ജോലിക്ക് കയറി അല്ലെ. ഇപ്പൊ ബിഫോറും പറയാം, പോസ്റ്റ് ഡ്യൂട്ടി പറയാം. നമ്മളൊരു ജോലിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചു അല്ലെ. നമ്മൾ ജോലിയിലോട്ട് കയറി കഴിയുമ്പോഴാണ് ഫസ്റ്റ് 3 months നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. ആണോ? ഫസ്റ്റ് 3 months നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ആയിട്ട് തരാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് പീരീഡ് ആയിട്ട് തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയി ഗെറ്റ് എ ചാൻസ് ടു ഡെവലപ്പ് സ്കിൽസ്, കോമ്പിറ്റൻസി ആൻഡ് ലേണിംഗ് അല്ലെ. നിങ്ങളുടെ കഴിവുകള് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് കോമ്പിറ്റൻസി, കഴിവുകളും നിങ്ങളുടെ അറിവുകളും ദെൻ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിൽ നിങ്ങളൊരു ജോലിയിലോട്ട് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് ട്രെയിനിങ് തരുന്നത്. സോ ഇതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്. എംപ്ലോയീസിന്റെ കഴിവുകളും പഠനം, ലേണിംഗ്, അറിവ്, ആ ജോലി ചെയ്യാനായിട്ടുള്ള സ്കിൽസ് ഇവ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ട്രെയിനിങ് എന്ന് പറയുന്നത് പോസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിച്ചു, നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു 3 months ട്രെയിനിങ് തന്നെയാണ്. എന്തിനു വേണ്ടി ട്രെയിനിങ് തരുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ജോലിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവ് കിട്ടണം. നമ്മളുടെ കഴിവുകൾ ഇപ്പോ എന്താ പറയാ, എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോ GST ആണെങ്കിലും അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു 3 months ട്രെയിനിങ് ചിലപ്പോൾ നൽകുന്നു. സോ നമ്മളുടെ കഴിവും അറിവും അവിടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so simply we can say it is a process of increasing knowledge and skills of an employee. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി. കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ സ്കിൽസും നോളജും വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ.
ഞാൻ വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. Training refers to an education process in which employees get a chance to develop skills, competency, and learning as per the post-duty requirements. Okay, ആ point ഒന്ന് underline ചെയ്യണേ. Okay, then simply we can, it is a process of increasing knowledge and the skills of an employee. ആ ഒരു രണ്ട് സെന്റൻസ് ഒന്ന് underline ചെയ്ത് വെക്കണം. ഓക്കെ ആണോ? ചെയ്തു, അണ്ടർലൈൻ ചെയ്തു എല്ലാവരും? ഓക്കെ, നോക്കാം. ട്രെയിനിങ് ഈസ് പെർഫോംഡ് ഫോർ ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ നീഡഡ് ടു ക്യാരി ഔട്ട് ദെയർ എക്സിസ്റ്റിംഗ് ജോബ്. അല്ലെ, അതായത് നിലവിലുള്ള അവരുടെ എക്സിസ്റ്റിംഗ് ജോബ് നല്ല രീതിയിൽ ചെയ്യുന്നതിന് ട്രെയിനിങ് ആവശ്യമാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആൻഡ് ഫോർ എ ഫിക്സ്ഡ് ഡ്യൂറേഷൻ. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടേം ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3 monthsോ 6 monthsോ, അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷനിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ടേക്കൻ ബൈ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് ദ മോട്ടിവേഷൻ. അല്ലേ, മാനേജ്മെന്റ് ആണ് ഈ ട്രെയിനിങ്ങിന് മുൻകൈ എടുക്കുന്നത്. എംപ്ലോയീസ് ആണോ? അല്ല, നമ്മൾ ആ കമ്പനിയിലെ മാനേജ്മെന്റ് ആണ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്. സോ മാനേജ്മെന്റ് ആണ് മുൻകൈ എടുക്കുന്നത്. ആ ഒരു മാനേജ്മെന്റ് എടുക്കുന്ന ആ ഒരു മുൻകൈയുടെ ഒരു ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് പുറത്തുനിന്നുള്ള ഒരു മോട്ടിവേഷന്റെ ഫലമായിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? അവരുടെ കമ്പനിയിൽ ഈ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, അവരുടെ പെർഫോമൻസ് നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് അവർ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോ മെയിൻ ആയിട്ട് ട്രെയിനിങ് എന്ന് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ, ഒരു തൊഴിലാളിയുടെ അവരുടെ അറിവും അവരുടെ കഴിവും വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സ്, അവരുടെ പെർഫോം ബെറ്റർ ആക്കാൻ, ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഒന്ന് ഓർത്തു വെക്കാം. ക്ലിയർ ആണോ ട്രെയിനിങ് എന്താണെന്ന്? നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, ട്രെയിനിങ് എന്താണെന്ന് ഒന്ന് വായിക്കാം കേട്ടോ. എല്ലാവരും ട്രെയിനിങ് ഒക്കെയാണോ? ട്രെയിനിങ് വായിച്ചിട്ട് എളുപ്പമാണോ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് അതല്ലേ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. Development refers to an information process which mainly helps us in understanding about the overall growth and improvement of the skills of the employee. ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. ഡെവലപ്മെന്റ് എന്താണ്? Development refers to an information process which mainly helps in understanding about overall growth and improvement of skills of employee.
അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷൻ പ്രോസസ് ആണെന്ന്. വിച്ച് ക്യാൻ മെയിൻലി ഹെൽപ്സ്. ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് എംപ്ലോയീസിന്റെ സ്കിൽസും അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഇംപ്രൂവ്മെന്റ്സിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വികസനം അല്ലെ? അതായത് എംപ്ലോയീസിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു വളർച്ച എങ്ങനെയാണ്, ദെൻ അവന്റെ കഴിവുകൾ, അവന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ, മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ, അത് അറിയാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. പഠനത്തിന്റെയും വളർച്ചയുടെയും ഒരു പ്രക്രിയയാണെന്ന്. നമ്മൾ പഠിക്കുകയാണ്, എത്രത്തോളം ഗ്രോത്ത് ഉണ്ട്, പെർഫോമൻസിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എംപ്ലോയി. ഒരു ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Developments are performed in an aim of improving knowledge and skills to face future challenges. അല്ലെ? അതായത് ഫ്യൂച്ചറിലെ ചലഞ്ചസുകള്, ഫ്യൂച്ചറിൽ വരാതിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ട നമ്മളുടെ സ്കിൽസ്, നമ്മുടെ അറിവുകളും കഴിവുകളും മെച്ചപ്പെടുത്തുക എന്നതാണ് ഡെവലപ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാല്. അല്ലെ? അതായത് ഫ്യൂച്ചറിൽ നമുക്ക് വെല്ലുവിളികളും കാര്യങ്ങളും വന്നേക്കാം. സോ ഇതിനെ നമ്മളുടെ കഴിവും നമ്മളുടെ അറിവും വെച്ച് നേരിടാൻ സാധിക്കണം. അതാണ് നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ലോങ് ടേം ഫോക്കസ് വിച്ച് ടേക്ക് പ്ലേസ് ത്രൂഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു 3 months അല്ലെങ്കിൽ മേ ബി 6 months ഒക്കെ കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഒരു ലൈഫ് ഓഫ് എ പേഴ്സൺ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന്. എന്താണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? ഫുൾ ടൈം നമുക്ക് ഡെവലപ്മെന്റ് കിട്ടണം അല്ലെ? എംപ്ലോയീസിന് വരുന്ന ഫ്യൂച്ചറിലുള്ള ചലഞ്ചസ് നേരിടാനൊക്കെ സാധിക്കണം. സോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ സെൽഫ് ആൻഡ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. ഡെവലപ്മെന്റിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ്. അവനവന്റെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് ഡെവലപ്മെന്റ് വരുന്നത്. കാരണം അവന്റെ സ്കിൽസ് ഒക്കെ അവൻ ഇംപ്രൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ 2 പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വായിച്ചു നോക്കാം കേട്ടോ ഡെവലപ്മെന്റ്. കംപ്ലീറ്റ് ചെയ്തോ ഡെവലപ്മെന്റ്? ഓക്കെ, അപ്പൊ ട്രെയിനിങ് എന്താണ്, ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസസ്, അതായത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോയിന്റ്സുകളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, നോക്കാം. ട്രെയിനിങ് ഫസ്റ്റ് പോയിന്റ് ആണ്, ആദ്യത്തെ ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ്, ഡെവലപ്മെന്റ് ഈസ് എ പ്രൊആക്റ്റീവ് പ്രോസസ്. മാറിപ്പോകരുത് കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് പ്രോസസ് ആണെന്ന്. എന്താ റിയാക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? റിയാക്റ്റീവ് പ്രോസസ്, റിയാക്റ്റീവും പ്രൊആക്റ്റീവും പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലോ? റിയാക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്?
റെഡി ഇല്ല. എന്നാ ചിന്തിച്ചു നോക്കൂ, റിയാക്റ്റീവും പ്രൊവാക്റ്റീവും. റിയാക്റ്റീവ് റെഡി ഇല്ല. റിയാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തെങ്കിലും ഇപ്പോ പ്രതികരിക്കുകയാണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മേ ബി എക്സാമ്പിൾ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി, സോ അതില് നമ്മൾ പ്രതികരിക്കുകയാണ്. അതാണ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു, ഒരു ജോബിൽ നിങ്ങൾ കയറി അല്ലെ, പോസ്റ്റ് ഡ്യൂട്ടി എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ജോബിൽ കയറിയതിനു ശേഷം നമുക്ക് തരുന്ന ട്രെയിനിങ് ആണ് അല്ലെ. നമ്മള് ഒന്നിൽ ഇടപെട്ടു, ദെൻ അപ്പൊ നമുക്ക് അവിടെ നിന്ന് തരുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ട്രെയിനിങ് ആണ് തരുന്നത്. കണ്ടോ, ഒരു പ്രതികരണ മീൻസ് എന്താ പറയാ, ഒരു പ്രതികരണ പ്രക്രിയയാണ്. നമുക്ക് ജോലി കിട്ടി, അത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്, ട്രെയിനിങ് തരുന്നത്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊവാക്റ്റീവ് പ്രോസസ് ആണത്. അപ്പൊ പ്രൊവാക്റ്റീവ് എന്തായിരിക്കും? പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രൊവാക്റ്റീവ്? നേരെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. പ്രൊവാക്റ്റീവ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കുന്നതാണ് ഈ പ്രൊവാക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ നമ്മളൊരു പ്രതികരിക്കുകയാണ്. ഓക്കെ, പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിലേക്കുള്ള വെല്ലുവിളികളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത് അല്ലെ, ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഡിഫറൻസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രൊവാക്റ്റീവ് ആണ്. പഠിച്ചോ? നമുക്ക് ഈ ഡിഫറൻസ് പറയുമ്പോഴേ മാക്സിമം നമുക്ക് പഠിച്ചു പോവാൻ നോക്കാം കേട്ടോ, പഠിച്ചു പോവാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല പഠിക്കാൻ. 1-2 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പഠിച്ച എല്ലാവരും ട്രെയിനിങ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണ്, ഡെവലപ്മെന്റ് പ്രൊആക്റ്റീവ്. ഓക്കെ, മറന്നു പോകരുത്, കണ്ണാടി കിടും. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കണേ. ട്രെയിനിങ് റിയാക്റ്റീവ് ആണ്, സോ ഓട്ടോമാറ്റിക്കലി ഡെവലപ്മെന്റ് എന്താണ്, പ്രൊആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Training is mainly attended by individuals. Development is mainly attended by individuals. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതും ഇൻഡിവിജ്വൽസ് തന്നെയാണ്, ഡെവലപ്മെന്റ് അറ്റൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയാനില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ട്രെയിനിങ് ഈസ് ഷോർട്ട്, ഫോക്കസ്ഡ് ആൻഡ് ഫോർ ഫിക്സ്ഡ് ഡ്യൂറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു, ട്രെയിനിങ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്, ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷൻ ഉണ്ട്. Then otherwise development is long term focused, which take place throughout life of a person. അല്ലേ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്, കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ഒരു പേഴ്സന്റെ ലൈഫ് ഓഫ് എ ത്രൂഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഓക്കെ, പഠിച്ചോ? മൂന്നാമത്തെ പോയിന്റ്, ട്രെയിനിങ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്, ദെൻ ഡെവലപ്മെന്റ് ലോങ് ടേം ആണ്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, training is the result of initiative taken by management. ട്രെയിനിങ് നടത്തുന്നത് ആരാണ്? ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് മോട്ടിവേഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പഠിച്ചോ? ട്രെയിനിങ് എന്ന് പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്, ഡെവലപ്മെന്റ് ഔട്ട് ഓഫ് മോട്ടിവേഷൻ ആണ്, ഔട്ട്സൈഡ് മോട്ടിവേഷൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ട്രെയിനിങ് refers to a process in which employees are educated and get a chance to develop skills, competency and learning as per the post duty requirements. അല്ലെ, നേരത്തെ നമ്മൾ പഠിച്ചു പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സിന് വേണ്ടി നമ്മുടെ എന്താണ് ജീവനക്കാർക്ക് ഒരു എന്താണ് അവരുടെ സ്കിൽസും അല്ലെങ്കിൽ എന്താണ് ജോലിയിൽ പ്രവേശിച്ചത് അവൻ പോസ്റ്റ് ഡ്യൂട്ടിയിൽ കയറിയതിനു ശേഷം അവന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, കോമ്പിറ്റൻസി, പഠനം, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ആൻ ഇൻഫോർമേറ്റീവ് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ്, which mainly helps in understanding about overall growth and improvement of the skills of employee. Development എന്ന് പറയുന്നത് ഓവറോൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, എംപ്ലോയീസിന്റെ സ്കിൽസും ദെൻ ഓവറോൾ ഗ്രോത്തുമാണ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള സ്കിൽസും ലേണിംഗ് ഒക്കെ വർദ്ധിപ്പിക്കുകയാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തും എംപ്ലോയീസിന്റെ സ്കിൽസുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ,
ക്ലിയർ ആണോ? ആദ്യത്തെ 5 ഡിഫറൻസ് ആണ് നമ്മളിപ്പോ വായിച്ചത്. ഫസ്റ്റത്തെ 5 ഡിഫറൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോന്നും മനസ്സിലാക്കി വായിച്ചാൽ മതിയേ. നിങ്ങൾ മനസ്സിലാക്കി വായിക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ചു പോയിക്കോളും അതിന്റെ ഒപ്പം തന്നെ. ഓക്കെ, ഓരോന്നും മനസ്സിലാക്കി വായിക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് സിമ്പിൾ ആക്കി പറഞ്ഞു നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ, ട്രെയിനിങ് റിയാക്റ്റീവ് ആണ്, ഡെവലപ്മെന്റ് പ്രൊവാക്റ്റീവ് ആണ്. ട്രെയിനിങ് നടത്തുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് മോട്ടിവേഷൻ ആണ്. ട്രെയിനിങ് ലോങ് ടേം ആണ്. ഡെവലപ്മെന്റ് ട്രെയിനിങ് ഷോർട്ട് ടേം ആണ്. ഡെവലപ്മെന്റ് ലോങ് ടേം ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് അതിനെ മാറ്റിക്കൊണ്ട് പഠിക്കാം. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കാം. 5 പോയിന്റ്സ് ഒന്ന് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തില്ല. ആദ്യത്തെ 5 പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 6ാമത്തെ ഡിഫറൻസ് നോക്കാം. Mainly, training refers to learning new things and refreshing old ones. Training refer ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അല്ലെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെയും then refreshing old ones, പഴയ കാര്യങ്ങൾ പുതുക്കുകയും ചെയ്യുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ ഇപ്പൊ അത്യാവശ്യം കമ്പ്യൂട്ടർ ഒക്കെ അറിയുന്നവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കുറെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് ട്രെയിനിങ് ഒക്കെ തരുമ്പോൾ നമുക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനൊക്കെ സാധിക്കും അല്ലെ. ഇപ്പോ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാമെങ്കിലും കുറെ ഗ്യാപ്പൊക്കെ വന്നു കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിങ്ങിലൂടെ വീണ്ടെടുക്കാനായിട്ടും സാധിക്കുന്നു. സോ ട്രെയിനിങ് റെഫേഴ്സ് ടു ലേണിംഗ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങളെ പഠിക്കാനും then refreshing old ones, നമ്മുടെ ഉള്ളിലുള്ള പഴയ കാര്യങ്ങളെ പുതുക്കിയെടുക്കാനും നമുക്ക് ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നു. Then ഇനി development refers to implementing learned section and finding new ones. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നടപ്പിലാക്കുകയാണ്. നമ്മളുടെ അറിവും കഴിവൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ പെർഫോമൻസ് ചെയ്യുന്നു. then finding new ones, അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. പുതിയ നമ്മളുടെ സ്കിൽസ് അല്ലേ, നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ അറിവുകൾ പഠിക്കുന്നു, പഴയതിനെ നമ്മൾ പുതുക്കുന്നു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ കഴിവുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നമ്മുടെ കഴിവുകൾ നമ്മൾ നടപ്പിലാക്കുന്നു, then നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, 6ാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഇനി 7ാമത്തെ പോയിന്റ് നോക്കാം. ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ്. കണ്ടോ, ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി ഓറിയന്റഡ് ആയിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലേ. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. കരിയർ എന്നാൽ നമുക്ക് കരിയർ എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ അല്ലേ, ഒരു പേഴ്സന്റെ ലൈഫിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് കരിയർ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു പേഴ്സന്റെ ടോട്ടൽ ആയിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണോ? ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കരിയർ ഓറിയന്റഡ് ആണ്. Then എട്ടാമത്തെ പോയിന്റ് നോക്കാം. So simply we can say training is a process of increasing knowledge and skills of an employee. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് an employee. ഒരു എംപ്ലോയിയുടെ സ്കിൽസും അവന്റെ അറിവുകളും കഴിവുകളും ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് ഡെവലപ്മെന്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. വളർച്ചയുടെയും പഠനത്തിന്റെയും ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എട്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? മെയിൻലി എട്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി 9ാമത്തെ പോയിന്റ് നോക്കാം. Training is performed in an aim of improving knowledge and skills that are needed to perform their existing job, and development are performed in an aim of improving knowledge and skills to face future challenges. നമ്മൾ പറഞ്ഞ കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. ട്രെയിനിങ് എന്ന് പറയുന്നത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ജോബ്സ്, അവന്റെ നിലവിലുള്ള ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവന്റെ കഴിവും അതുപോലെ സ്കിൽസും നോളജും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതർവൈസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ചാലഞ്ചസ് നമ്മൾ പഠിച്ചു. ഫ്യൂച്ചറിൽ അവൻ നേരിടാനുള്ള വെല്ലുവിളികളെ നേരിടുന്നതിനായിട്ടുള്ള എന്താണ് ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാനായിട്ടുള്ള കഴിവുകൾ നേടുകയാണ് അവൻ ഡെവലപ്മെന്റിലൂടെ ചെയ്യുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ജോബ്, അവന്റെ നിലവിലുള്ള ജോബിനുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ടുള്ള കഴിവും അറിവും വർദ്ധിപ്പിക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള വെല്ലുവിളികളിലേക്ക് നമ്മൾ നേരിടാൻ വേണ്ടിയിട്ടുള്ള അവന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഫസ്റ്റ് 5 പോയിന്റ് ആണോ വായിച്ചത്? ആദ്യം വായിച്ചത് 5 പോയിന്റ് വരെയല്ലേ വായിച്ചു നിർത്തിയത്. ഇനി ഒന്ന് 6, 7, 8, 9 ഈ 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരുപാട് ഞാൻ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. 6th, 7th, 8th and 9th അത് വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിന് ഷോർട്ടാക്കി പഠിക്കാം ആ ഒരു രീതിയിലോട്ട് അതിനെ മാറ്റി പഠിക്കാം കേട്ടോ. വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു. 6, 7, 8, 9 ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? നമ്മള് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. നമുക്ക് 10ാമത്തെ ഡിഫറൻറ്റ് നോക്കാം. Training helps individuals to learn how to perform his or her present job satisfactorily. അതായത് ഒരു പേഴ്സൺസിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതായത് ട്രെയിനിങ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു ലേൺ ഹൗ ടു പെർഫോം ഹിസ് ഓർ ഹർ പ്രസന്റ് ജോബ്. അവന്റെ നിലവിലുള്ള ജോലി എങ്ങനെ അവന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തൃപ്തികരമായിട്ട് നിർവഹിക്കാമെന്നുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു, ആ ജോലി അവന് എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ,
ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പ്രിപ്പയേഴ്സ് ഇൻഡിവിജ്വൽസ് ഫോർ ഫ്യൂച്ചർ ജോബ്സ്. റിപ്പീറ്റ് ആണ്, നമ്മൾ വീണ്ടും പഠിച്ച കാര്യം തന്നെയാണ്. ഈ പോയിന്റിൽ കുറച്ച് ക്ലാസ്സുകൾ വരുത്തിയിട്ടുള്ളൂ. മീനിങ് സെയിം തന്നെയാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജോബിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഇൻ ഓൾ ആസ്പെക്ട്സ് അല്ലെ. അവന് ഭാവിയിലെ ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലെയും വളർച്ചകൾ, എല്ലാ ഓൾ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് അവന്റെ ഇപ്പോഴത്തെ പ്രസന്റ് ജോബ് തൃപ്തികരമായിട്ട് ചെയ്യാനായിട്ട് അവന് വേണ്ടി കൊടുക്കുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവന്റെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ജോലിക്ക്, ഫ്യൂച്ചറിലെ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ അതിനെ നേരിടാനും ഫ്യൂച്ചറിലെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ് ഡെവലപ്മെന്റിലൂടെ നമ്മൾ കൊടുക്കുന്നത്. 11ാമത്തെ പോയിന്റ് നോക്കാം. ട്രെയിനിങ് ഫോക്കസ് ഓൺ ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഇറ്റ് ഹാസ് നാരോ സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് and it has a wider scope. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു നാരോ സ്കോപ്പ് ആണ്, ഒരു ചെറിയൊരു സ്കോപ്പാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ലൈഫ് ടേം ഒന്നും കൊടുക്കുന്നതല്ല, ചെറിയൊരു പീരീഡില് ലോങ് ടേം പ്രോസസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ സ്കിൽസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന് നാരോ സ്കോപ്പാണ് ട്രെയിനിങ്ങിനുള്ളത്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൺസെപ്ച്വൽ ആയിട്ടുള്ള, കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ഐഡിയാസ്, മനുഷ്യന്റെ ആശയങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് വൈഡർ സ്കോപ്പ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് കൂടി ആയതിനാൽ അതൊരു വൈഡർ ആയിട്ടുള്ള സ്കോപ്പാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് നാരോ ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വൈഡർ സ്കോപ്പാണ്. ഓക്കെ. ദെൻ 12ാമത്തെ പോയിന്റ് നോക്കാം. ട്രെയിനിങ് revolves around present needs. ട്രെയിനിങ് റിവോൾവ്സ് അറൗണ്ട്, ചുറ്റും കണ്ടെത്തുന്നത് എന്തിനെയാണ്? പ്രസന്റ് നീഡ്സ് ആണ്, അപ്പോഴത്തെ ആവശ്യങ്ങളെയാണ്. ഒരു ജോലിയിൽ പ്രവേശിച്ചു, ആ ജോലിക്ക് പെർഫോമിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുന്നത്. ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൗണ്ട് ദ ഫ്യൂച്ചർ. ഡെവലപ്മെന്റ് റിവോൾവ് ചെയ്യുന്നത് എന്താണ്? ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. ദെൻ ലാസ്റ്റ് 13ാമത്തെ പോയിന്റ് നോക്കാം. Training focuses on the role while development focus on person. Okay. Training ഫോക്കസ് ചെയ്യുന്നത് the role ആണ്, ഓരോ റോളുകളെയാണ്, അതായത് ഓരോ വ്യക്തികളെയാണ് നമ്മൾ അല്ലെ, ഓരോ റോളുകൾ. അതായത് ആ ഒരു കമ്പനിയിലാണെങ്കിൽ ഓരോ പൊസിഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലേ. സോ ആ ഒരു പൊസിഷൻ, ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു റോളിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഡെവലപ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഓരോ വ്യക്തിയുടെ ത്രൂ ഔട്ട് ലൈഫ് ലോങ് വരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്സ് ഉള്ള? വായിച്ചു നോക്കാം. 10, 11, 12, 13 4 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? 5 പോയിന്റ് 10, 11, 12, 13. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് ട്രെയിനിങ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഭാഗം. കാരണം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തന്നെയാണ്. സോ ട്രെയിനിങ് എന്താണ് നമ്മൾ പഠിച്ചു. ദെൻ ഡെവലപ്മെന്റ് എന്താണ്. ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മളൊന്ന് പറഞ്ഞു പോയത്. ദെൻ ഒരു പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? സ്പ്ലിറ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? മാക്സിമം ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുത്തത് നിങ്ങൾക്കത് ഒറ്റയടിക്ക് ഞാൻ വായിച്ചു പോയാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ ആണോ? പിന്നെ ഒന്ന് ടോട്ടൽ ആയിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാമോ? എല്ലാ പോയിന്റ്സും ഒക്കെ ഡിഫറൻസസ് ഒന്ന് ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ വായിച്ചത്. ഒന്ന് ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് ഒന്നൊരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മതി. ഓരോ പോയിന്റും നിങ്ങൾ വായിക്കാൻ പറയുന്നത് പഠിക്കണം കേട്ടോ. വായിക്കുന്നതിനൊപ്പം അത് പഠിച്ചുകൂടി പോവാം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വായിച്ചു പോയിക്കോളൂ. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ അത് അർത്ഥം മനസ്സിലാക്കി വായിച്ചു പോകുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഓക്കെ. ദെൻ ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് വരുന്നത് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. നമ്മളുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് അതിന് തന്നെ കുറച്ചും കൂടി നമ്മൾ ഇനി മുന്നോട്ട് കടന്നു ചെന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണ്, ദെൻ അതുപോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്, ദെൻ പെർഫോമൻസ് മാനേജ്മെന്റും അതുപോലെ തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ കുറച്ചും കൂടി മെത്തേഡ്സും കാര്യങ്ങളാണ്. അപ്പൊ ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വേറെ നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ്. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി എടുക്കാം. മതിയോ? ഇന്നത്തെ ക്ലാസ്സില് അടുത്തൊരു സെക്ഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ മാത്രം പറ്റുള്ളൂ. 5 മിനിറ്റ്സ് ഉള്ളല്ലോ. ദെൻ ക്ലിയർ ആയിരുന്നോ? ഓക്കെ ആണോ? ക്ലാസ് വളരെ കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. എടുത്ത ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പഠിച്ചോ? അത്രയും ഞാൻ കുറച്ച് നിന്ന് നമ്മൾ നോർമൽ എടുക്കുന്നതിനേക്കാളും സ്ലോ ചെയ്തിട്ടാണ് എടുത്തത്. ആണോ? നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ബോറായിട്ട് തോന്നിയോ? മാക്സിമം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം നിങ്ങളുടെ ക്ലാസ് പോകാത്ത രീതിയിൽ ഒരു സ്ലോയിലാണ് എടുത്തത്. ഓക്കെ ആണോ? ഒന്നും പറയുന്നില്ലല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് വെച്ചേട്ടോ നിങ്ങൾ. ഓക്കെ, എടുത്തത്രയും ക്ലിയർ ആയിട്ട് വായിക്കാം. ഇപ്പൊ നമ്മൾ എടുത്തത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സെക്ഷനാണ് ഡെവലപ്മെന്റ് ട്രെയിനിങ്. ഏകദേശം എളുപ്പമുള്ള പോയിന്റ്സ് ഒക്കെയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി ട്രെയിനിങ്ങിന്റെ ഡെവലപ്മെന്റിന്റെ ഉള്ളിലോട്ട് ചെന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും സിമ്പിൾ ആണെന്ന് ഞാൻ പറയണില്ല. ഇതിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു പഠിപ്പിക്കണില്ല, കുഴപ്പമില്ല. ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ ജസ്റ്റ്. ഓക്കെ, താങ്ക് യു ഓൾ.
താങ്ക് യു Thank മിസ്. you, ma'am. Thank you. ആ